ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് അടിമുടി തട്ടിപ്പും വൻ ധൂർത്തെന്നും വ്യക്തമാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. വ്യാപക പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ കണക്കുകളിൽ വ്യക്തത തേടാൻ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. ചിലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുവെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്തിന്റെ പ്രതികരണം. കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ ഇന്നും ആവർത്തിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് കണക്കുകളിൽ ക്രമക്കേടിന്റെയും ധൂർത്തിന്റെയും ഘോഷയാത്ര. വിവിധ ആവശ്യത്തിനായി കൊടുത്തു തീർത്തത് 6.64 കോടി രൂപ. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4.35 കോടി. അതായത് ഓഡിറ്റിൽ മൊത്തം ചെലവ് 11 കോടിയോളം വരും. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ കണക്കുകളിൽ ആകെ ചെലവ് 4.99 കോടി മാത്രം. ഇതിൽ 3 കോടി കൊടുത്തു തീർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യമാണ് PS പ്രശാന്തിന്റെ FB പോസ്റ്റിലും പറയുന്നത്. ഇതോടെ കണക്കുകളിൽ വ്യക്തത തേടി ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. പരിപാടി നടത്തിയ ഊരാളുങ്കലിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയും ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപന പ്രതിനിധികളും ചൊവ്വാഴ്ച യോഗത്തിൽ പങ്കെടുക്കും. കണക്കുകളിൽ വ്യക്തത തേടുന്നതിനൊപ്പം ഊരാളുങ്കലിന് നൽകാനുള്ള പണത്തിൽ കുറവ് വരുത്താനാകുമോ എന്നതുമാണ് യോഗത്തിന്റെ ലക്ഷ്യം. സംഗമത്തിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ മറവിൽ പണം തട്ടിയോ എന്നും സംശയമുണ്ട്. എന്നാൽ പരിപാടിയുടെ നടത്തിപ്പ് സർക്കാരല്ല ദേവസ്വം ബോർഡാണെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.